ഹായ് ഫ്രണ്ട്സ്, റാസി കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് BMW 320. ഒരുവിധം ആൾക്കാരൊക്കെ നമ്മൾ BMW ആദ്യമായിട്ട് ഒരു പ്രീമിയം കാർ എടുക്കാൻ വേണ്ടി BMW സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് 320 എന്നുള്ളൊരു വെർഷന്. ഇത് അതിൽ തന്നെ നമ്മൾ 2016 ആണ് ഈ വാഹനം വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരുപാട് ഫീച്ചേഴ്സുകൾ, ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. നമുക്ക് ഗുണങ്ങളെ പറയാനുള്ളൂ. എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റ് ഒക്കെ ചെയ്യുക, ഷെയർ ചെയ്ത് ഇതുപോലുള്ള മറ്റുള്ള വണ്ടികളൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനും വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് ഇൻസ്റ്റയുടെയും ഫേസ്ബുക്കിന്റെ എല്ലാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നമുക്ക് കയറി നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് കൂടുതൽ ഡീറ്റെയിൽസുകൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ 2016 BMW 320 പറഞ്ഞൊരു മോഡലാണ്. ഇത് ഏകദേശം 2013 എൻഡ് 14 മുതലാണ് ഈ ഒരു ഷേപ്പിലേക്ക് വണ്ടി മാറിയത്. അതിന്റെ മുന്നേ എന്ന് പറയുന്നത് വേറൊരു എഞ്ചിനും ഇതിന് മുന്നത്തെ കാലക്രമേണ വരുന്ന മാറ്റങ്ങളോട് കൂടിയുള്ള ഒരു മാറ്റമാണ്, സ്വാഭാവികമായിട്ടുള്ള മാറ്റമാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് 2013 എൻഡ് 14 ഈ ഒരു മാറ്റം. ടിൻ പവർ ടർബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമ്മൾ കയ്യിലുള്ള ഈ മോഡൽ 2015 എൻഡ് മോഡൽ 16 രജിസ്ട്രേഷൻ ഉള്ള ഒരു വാഹനമാണ്. ഇതിപ്പോ വരുന്ന നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ളതുകൊണ്ടാണ് ഹൈ ക്വാളിറ്റി സിംഗിൾ സൺറൂഫ്. ഇതിൽ പനോരമിക് വരുന്നില്ല. ഇതിന്റെ GT എന്ന് പറഞ്ഞ വേർഷനിലാണ് പനോരമിക് സൺറൂഫ് ഒക്കെ വരുന്നത്. ഇതിലെല്ലാത്തിലും 320 സിംഗിൾ സൺറൂഫ് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്, ഡീസൽ വേരിയന്റ് ആണ്. അത്യാവശ്യം നല്ല മൈലേജ്, നമുക്കൊരു ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ 16 വരെയൊക്കെ 17 മൈലേജ് കിട്ടുന്നത്. ലോക്കൽ ഡ്രൈവിന് ഒരു 14 നമുക്ക് എന്തായാലും മൈലേജും കിട്ടും. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. 88,000 കിലോമീറ്റർ ഫുൾ പ്രോപ്പർ സർവീസ് ഓതറൈസ്ഡ് BMW സർവീസിൽ നിന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. പുറത്തുനിന്ന് ഒരു വർക്കും ചെയ്തിട്ടില്ല. അത്രയും ക്വാളിറ്റിയാണ് വണ്ടിയിലുള്ളത്. പെയിന്റിംഗ് ഒക്കെ തന്നെ ബമ്പർ ഒഴികെ ബാക്കിയെല്ലാം ഒറിജിനൽ പെയിന്റ് ആണ്. ബമ്പറൊക്കെ നമ്മൾ ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ബമ്പറിൽ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഒറിജിനൽ പെയിന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഹെഡ്ലൈറ്റിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇതൊരു റൗണ്ട് റിങ് വരുന്ന ടൈപ്പ് ഒരു ഹെഡ്ലൈറ്റ് ആണ്. ഈ 15 ശേഷം വണ്ടിയിൽ ചെറിയൊരു മാറ്റമുണ്ട് 16 എത്തിയപ്പോഴത്തേക്കും. അപ്പൊ അതിൽ പെട്ടൊരു കുറച്ച് മാറ്റങ്ങളോട് കൂടിയാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രണ്ട് സൈസ് ബമ്പർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ഫിനിഷിങ് ക്വാളിറ്റിയിലുള്ളത്. പിന്നെ നമുക്ക് എംസ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ എംസ്പോർട്ടിന്റെ ഒരു ഗ്രില്ലാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്, അഡീഷണൽ ചെയ്തതാണ്. നമ്മുടെ ഈ വണ്ടിയുടെ സൈഡിൽ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ നല്ല ഒരു ഫിനിഷിംഗ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ലൈനിങ് ഓരോ വണ്ടികൾക്കും എന്തെങ്കിലും പെയിന്റ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ലൈനിങ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവാറില്ല പൊതുവെ. ഇതെല്ലാം ഒറിജിനൽ ആണ്. ഇപ്പൊ ഗ്ലാസ് പോലും റീപ്ലേസ് എല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണ് BMW. അത് മാറ്റിയിട്ടില്ല, അതേ വർഷത്തിൽ ഇറങ്ങിയ ഗ്ലാസുകളാണ്. അതുകൊണ്ട് റീപ്ലേസ്മെന്റ് ഒരു തരി പോലും ഇല്ല. പിന്നെ നമുക്കൊരു ലക്ഷറി ലൈൻ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ് വരുന്നത്. ടയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 90% ടയർ ഉണ്ട്. ഇതൊരു നല്ലൊരു സ്പോർട്ടി ലുക്കുള്ള ഒരു അലൈവിലാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ മിറർ ഫോൾഡബിൾ ആണ്. ഇതിൽ മിററിൽ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് തന്നെ പറയാം. പിന്നെ സൈഡ് വിൻഡോ കർട്ടൺസ് ഒക്കെ വരുന്നുണ്ട്, ബാക്ക് റിയർ വിൻഡോ. അതുപോലെ ഇവിടുത്തെ വിൻഡോസിനും കർട്ടൺ വരുന്നുണ്ട്. നല്ലൊരു നീറ്റിലാണ് ഈ വണ്ടി സൂക്ഷിച്ചിട്ടുള്ളത്. എന്തായാലും കാരണം സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ അതിൽ ഇപ്പോൾ വാങ്ങിയ ഒരാൾ ഇത് അപ്രോക്സിമേറ്റ് ഒരു 45 ലക്ഷം 40 ലക്ഷത്തിനൊക്കെ ഒരു വണ്ടി വാങ്ങുമ്പോൾ അതിന്റെ സിംഗിൾ ഓണർ ആണെങ്കിൽ അത് കീപ്പ് ചെയ്യുന്ന രീതി തന്നെ ആ ഒരു ലെവലായിരിക്കും. പിന്നെ എടുക്കുന്നവർക്ക് പ്രൈസ് താരതമ്യേന കുറഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യതയും സൂക്ഷ്മതയും സ്വാഭാവികമായിട്ടും സെക്കൻഡ് ഓണർ തേർഡ് ഓണറിലേക്ക് എത്തുമ്പോൾ കുറയും. ഇത് സിംഗിൾ ഓണർ ആണ്. നമുക്ക് അങ്ങനെ ഒരു പേടിയും പേടിക്കാനില്ല. നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. പിന്നെ നമുക്ക് ബാക്ക് പ്രൊഫൈൽ നോക്കുമ്പോൾ ഡിക്കി സൈഡ് ആണെങ്കിലൊക്കെ ഒറിജിനൽ ക്വാളിറ്റി ഒറിജിനൽ പെയിന്റ് ആണ്. പിന്നെ നമുക്ക് BMW ഒറിജിനൽ ലൈറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 15 ലാസ്റ്റിൽ ഇറങ്ങിയ ഒരു ടൈപ്പ് ടൈൽ ലാമ്പാണ് ഇതിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബമ്പറിലൊക്കെ ഇവിടെ ക്രോമിയത്തിന്റെ ഒരു ബീഡിങ്ങും കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സൈഡ് പ്രൊഫൈലിൽ നമുക്ക് നോക്കുമ്പോൾ കാണാറുണ്ട്. ഇവിടെ LED ഒരു ലൈറ്റ് സ്ട്രിപ്പും ഇങ്ങനെ വരുന്നുണ്ട് ഇതിൽ. പിന്നെ ഇതിന് ഇന്റീരിയർ നമ്മൾ പരിശോധിക്കുമ്പോൾ നല്ല വൃത്തിയിലും കാര്യത്തിലും, കാരണം ഒന്നാമത് പറഞ്ഞ സിംഗിൾ ഓണർ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വൃത്തിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിന്റെ ഇന്റീരിയർ നോക്കിയാൽ തന്നെ വ്യക്തം. ഒരു ബട്ടൺസോ കാര്യങ്ങളോ ഫെയ്ഡ് ഒന്നും ആയിട്ടില്ല. BMW പൊതുവെയുള്ള ഒരു പ്രശ്നമാണ് ഈ ഇങ്ങനെ നമ്മൾ നോബുകളും കാര്യങ്ങളൊക്കെ ചൂട് വെയിൽ തട്ടിയിട്ട് ഇങ്ങനെ ഉരുകി ഒലിക്കുന്ന ഒരു ടൈപ്പ്, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒട്ടുന്ന പോലെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു കേസുകളൊന്നും നമുക്കിത് എന്തില്ല ഈ വണ്ടിയിലില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങോട്ടൊക്കെ AC വെന്റുകൾ കാര്യങ്ങളൊക്കെ ഒന്നും ഡാമേജസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നല്ല ഫിനിഷിങ്ങിലാക്കുന്നത്. ഞാൻ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഇതിൽ പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത്. റിവേഴ്സ് ക്യാം അന്ന് 320 വന്നിട്ടില്ല. അപ്പൊ നമ്മള് 520 എടുക്കുകയാണെങ്കിൽ 520 റിവേഴ്സ് ക്യാം ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ സെൻസറാണ്. ഒരു കാറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് അതിന്റെ സെൻസിങ് ചെയ്യുന്ന രൂപത്തിൽ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു സംഭവം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറന്റെ അത്ര എഫക്റ്റ് അല്ലെങ്കിലും അത്യാവശ്യം നമുക്കത് റിവേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ അത് ഉപകരിക്കും.
പിന്നെ ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ 88,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങൾ, ഇന്ത്യയിലെ നീറ്റ് ക്വാളിറ്റി ആണ്. പിന്നെ കർട്ടൺ വരുന്നുണ്ട്, സൺറൂഫ് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്. പിന്നെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതുകൊണ്ടാണ്. എല്ലാ വണ്ടിയിലും വരുന്നതാണ് പ്രീമിയത്തിൽ. അതുപോലെ നമുക്ക് മുന്നോട്ട് സീറ്റ് കൊണ്ടുപോകാൻ ഇതെല്ലാം വർക്കിംഗ് ആണ്. ഡ്രൈവർ സൈഡും ഇപ്പുറത്തെ സൈഡും എല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ എല്ലാ ഇലക്ട്രോണിക്സും വർക്കിംഗ് ആണ് ഇതിന്റെ. പിന്നെ പിറകുവശം നമ്മൾ ചോദിക്കുമ്പോൾ റൂഫ് കാര്യങ്ങളൊന്നും നല്ല നീറ്റിൽ തന്നെ, പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. അതുപോലെ നമുക്ക് ഇവിടെ സൈഡിൽ ഇവിടെ കർട്ടൺ വരുന്നുണ്ട്. ഇതിപ്പോ ഇതൊരു സ്പെഷ്യൽ ഫീച്ചർ ആണ്. പക്ഷെ ഇത്തരം പ്രീമിയം കാറിൽ എല്ലാം ഈ കർട്ടൺ വരാത്ത വണ്ടികളില്ല. BM, ബെൻസ്, ഓഡി എല്ലാത്തിലും വരുന്നുണ്ട്. പിന്നെ റിയർ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൈ വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതും കൂടി ഉണ്ടെങ്കിൽ നമ്മളെ ഒരു പ്രീമിയം പെർഫെക്ഷൻ ആവുള്ളൂ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ നമുക്ക് ഇവിടെ വെള്ളം വെക്കാൻ കപ്പ് ഹോൾഡർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നല്ലൊരു സെറ്റപ്പിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നല്ല വീതി, അത്യാവശ്യം നല്ല വീതിയും ഉണ്ട്. നമുക്ക് ഇരുന്ന് ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ ഒരു സുഖം ഫീല്, റിയർ സീറ്റിൽ ഇരിക്കുമ്പോൾ അതിന്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതും കൂടി ഉണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ നമ്മൾ ഈ ഇതിൽ കസ്റ്റമർ അഡീഷണൽ മാറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട്. പിന്നെ BG കളറാണ്. സാധാരണ ഇത് ലക്ഷറി ലൈൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളർ വന്നത്. പിന്നെ വേറെ ഓപ്ഷനുകളൊക്കെ ഇതിൽ വരുന്നത്. ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് ഈ മോഡൽ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് BMW 320 ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. 2016 സിംഗിൾ ഓണർഷിപ്പ് വരുന്ന 88,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഫുൾ കമ്പനി സർവീസോട് കൂടി. അതുപോലെ സൺറൂഫ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്, ലക്ഷറി ലൈനും കൂടിയാണ്. ലക്ഷറി ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. അതുപോലെ തന്നെ 16 ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്രണ്ട് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസത്തോട് കൂടിയിട്ടാണ് കമ്പനി ഇറക്കിയിട്ടുള്ളത്, ലാസ്റ്റ് വേരിയന്റ് ആയതുകൊണ്ട്. പിന്നെ 18 ശേഷമാണ് വണ്ടിയുടെ മോഡൽ ഒന്നും കൂടി അത് ഒരുപാട് മാറ്റങ്ങളോട് കൂടി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുവരെയുള്ള മോഡലാണിത്. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്കും പറ്റും. ഇത് 2023 നമുക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാനത് പറ്റും. അങ്ങനത്തെ ഒരു മോഡലും കൂടിയാണ്. കാരണം ഫേസ് ലിഫ്റ്റ് കിറ്റ് സൂട്ട് ആവുന്നത് ഈ 14 ശേഷം ഇറങ്ങിയ വണ്ടികളിലാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ NOC പ്രൈസിലാണ്. ഇതിപ്പോ പുറത്തെ അതർ സ്റ്റേറ്റ് വണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതല്ല, അതർ സ്റ്റേറ്റ് ആണ്. ലോൺ കിട്ടുന്നില്ല ഇത്തരം വണ്ടികൾക്കൊന്നും. അത് നമ്മൾ ആദ്യം പറയുന്നുണ്ട്. അപ്പൊ ലോൺ പ്രതീക്ഷിച്ചിട്ട് ആരും നമുക്ക് വിളിക്കുമ്പോൾ വിളിച്ചോളി കുഴപ്പമില്ല. പക്ഷെ ലോണിന്റെ ഒരു കാര്യം ചോദിച്ചിട്ട് വിളിക്കരുത്. കാരണം ലോൺ നമ്മൾ അവൈലബിൾ ഇല്ല, നമ്മൾ കൊടുക്കുന്നില്ല ലോൺ ഇത്തരം വണ്ടികൾ. ഇത് കേരള രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോൺ അവൈലബിൾ ആവും. അപ്പൊ ഇത് നമ്മൾ ഒരു ഓഫർ പ്രൈസിൽ 12,20,000 ഫിക്സഡ് പ്രൈസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റും. 12,20 നമുക്ക് ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഈ ഡൽഹിയിൽ 4 ലക്ഷം 3 ലക്ഷത്തിന് വണ്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അതിനെ കുറിച്ച് വീണ്ടും പറയാൻ നമുക്ക് താല്പര്യമില്ല. ഒന്നാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോയി അനുഭവമുള്ളവർക്ക് മനസ്സിലാവും അവിടെ 2 ലക്ഷത്തിന് 3 ലക്ഷത്തിന് വണ്ടികൾ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് സ്ക്രാപ്പ് ലെവലിലുള്ള വണ്ടികൾ വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്ക്രാപ്പ് ചെയ്യാനാണെങ്കിൽ 2-3 ലക്ഷത്തിന് വാങ്ങാം, അല്ലാതെ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നമ്മൾ അതിനെ കുറിച്ച് പറയുന്നില്ല. അത് പോയി അനുഭവസ്ഥര് പറഞ്ഞാല് നമ്മൾ ഡൽഹി പോയി വണ്ടി എടുത്ത് കൊണ്ടുവരുന്നോട് ചോദിക്കണം. അപ്പൊ നമ്മളൊരു ഉദാഹരണം പറയാം. അപ്പൊ കമന്റുകൾ ഇപ്പൊ ഒരുപാട് വരാനുണ്ടാവും എനിക്കറിയാം. പക്ഷെ നമ്മളൊരു ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അയാളോട് ചോദിച്ചാൽ അതിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ ഡൽഹിയിൽ പോയി വരുന്ന ഒരു വണ്ടി എടുത്തു വരുന്നവരോ വണ്ടിയുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള ആൾക്കാരോട് വേണം നിങ്ങൾ സാധാരണ ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവർക്കല്ല അതിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഈ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള നമുക്ക് അതിന്റെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആളോട് വേണം ചോദിക്കാൻ. അല്ലാതെ നമ്മൾ വേറെ ഈ ഫിഷർമാനോട് പോയിട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അയാൾക്കും കിട്ടൂല. തിരിച്ചും ഫിഷർമാനോട് കൺസ്ട്രക്ഷനോട് ഫിഷർമാന്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അയാൾക്കും പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ വണ്ടി എടുക്കുന്ന ആൾക്കാരോട് ചോദിക്കുക, ഡൽഹിയിലെ ഇത്തരം സംഭവം ഉണ്ടോ, 2 ലക്ഷത്തിന് 3 ലക്ഷത്തിന് വണ്ടികൾ ഉണ്ടോ എന്നുള്ളത് ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് 12,20,000 NOC-ലാണ്. രജിസ്ട്രേഷൻ കോസ്റ്റ് ഏകദേശം 3 ലക്ഷം 2.25 ലക്ഷം രൂപ നമുക്ക് രജിസ്ട്രേഷൻ കോസ്റ്റ് വരും. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും NOC എടുത്തു കൊടുക്കാം. അപ്പോൾ കേരളത്തിൽ പുറത്തോട്ട് നമുക്ക് NOC എടുത്തു കൊടുക്കാം. അതൊന്നൊരു വിഷയമുള്ള കാര്യമില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളെ മൊബൈലിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി ഫോളോ ചെയ്യുക. അതുപോലെ നമുക്കൊരു വലിയ സന്തോഷമാണ്, സപ്പോർട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽ. ഇനി നമുക്ക് വണ്ടികൾ ഒരുപാട് വരാണ്ട്. അപ്പൊ അടുത്തൊരു വണ്ടിയുമായി വരുന്നവരെല്ലാവർക്കും ബൈ, താങ്ക് യു.